ഒരു ഗ്രന്ഥം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം 1,10,00,000 പ്രതികൾ വിറ്റഴിയുക. അതേ ഗ്രന്ഥം 65 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക. 21-ാം നൂറ്റാണ്ടിൽ പുസ്തക പ്രസാധനത്തിലെ അത്യപൂർവ നേട്ടങ്ങളിൽ JK റൗളിങ്ങിനും അവരുടെ കൃതിയായ ഹാരി പോട്ടർക്കും സ്വന്തം. ഉന്നതമായ വിജയങ്ങൾ നേടുന്നതിന് മുൻപ് റൗളിംഗ് അതിജീവിച്ച പ്രതിസന്ധികളാണ് ഈ വിജയം കൂടുതൽ മഹത്തരമാക്കുന്നത്. വിപണന മൂല്യമില്ല എന്ന കാരണം പറഞ്ഞ് 12 പ്രസാധകരാണ് ഹാരി പോട്ടറെ തിരസ്കരിച്ചത്. അവസാനം ലണ്ടനിലെ പ്രസാധകരായ ബ്ലൂംസ്ബറി പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവാൻ കാരണം ഒരു 8 വയസ്സുകാരിയാണ്. ചെയർമാന്റെ 8 വയസ്സുകാരി പുത്രി ആലീസ് ന്യൂട്ടൺ ഹാരി പോട്ടറിന്റെ ആദ്യത്തെ അധ്യായം വായിച്ച് നടത്തിയ വിലയിരുത്തലും തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കാൻ കാണിച്ച ആവേശവുമാണ് കുട്ടികൾ ഈ രചന സ്വീകരിക്കും എന്നുറപ്പിക്കാൻ കാരണമായത്. ഹാരി പോട്ടർ സീരീസിലെ ആദ്യ ഗ്രന്ഥം 1997 പുറത്തിറങ്ങി. 1000 പ്രതികൾ മാത്രം. അവിടെ നിന്നും റൗളിംഗ് ഒരു ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. 7 സീരീസുകളിലായി ഇതിനോടകം 45 കോടി പ്രതികളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. ഹാരി പോട്ടർ സിനിമകളും വൻ വിജയമായി. 1990 മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ഹാരി പോട്ടർ എന്ന കഥാപാത്രം റൗളിങ്ങിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത്. 4 മണിക്കൂർ വൈകി ഓടിയ ട്രെയിനിലിരുന്ന് രൂപപ്പെടുത്തിയ ആശയം ഒരു കടലാസിലേക്ക് പകർത്താൻ അവരുടെ കൈവശം പേനയില്ലായിരുന്നു. സ്വതവേ അന്തർമുഖമായ റൗളിങ്ങിന് മറ്റൊരാളോട് പേന ചോദിക്കാൻ പോലും ജാള്യമായിരുന്നു. രോഗബാധിതയായിരുന്ന അമ്മയുടെ മരണം റൗളിങ്ങിന് ഒരു ആഘാതമായി. പിന്നീട് പോർച്ചുഗലിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരിക്കെ നടന്ന വിവാഹം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു. 2 വർഷമേ വിവാഹബന്ധം നീണ്ടുനിന്നുള്ളൂ. ആ ബന്ധത്തിലുണ്ടായ കൈക്കുഞ്ഞുമായി ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ റൗളിംഗ് തൻ്റെ രചനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തൻ്റെ വിഷമങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനമായി അവർ ഹാരി പോട്ടർ എന്ന നോവൽ രചനയെ കണ്ടു. പുസ്തക രചനയിലൂടെയും സിനിമയിലൂടെയും സഹസ്രകോടികൾ സമ്പാദിച്ച റൗളിങ്ങിനെ തേടി നിരവധി പുരസ്കാരങ്ങളുമെത്തി. സമ്പത്തിൽ നല്ലൊരു വിഹിതം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുമോ എന്ന ചിന്ത ഒരു കാലത്ത് അവരെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ തൻ്റെ സർവ്വ ഊർജവും സർഗസൃഷ്ടിയിലേക്ക് കേന്ദ്രീകരിക്കാനായത് വിജയത്തിലേക്ക് വഴിത്താര ഒരുക്കാൻ കാരണമായി. ഹാരി പോട്ടർ സീരീസ് കൂടാതെ 5 നോവലുകളും അവർ രചിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് വളർത്തിയെടുത്ത ആഴത്തിലുള്ള വായനാശീലവും മാതാപിതാക്കളുടെ പ്രോത്സാഹനവുമായിരുന്നു തൻ്റെ വിജയത്തിന് അടിസ്ഥാനമിട്ടത് എന്ന് റൗളിംഗ് സാക്ഷ്യപ്പെടുത്തുന്നു. കഴിവുകളെ ഏതെങ്കിലും ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ഒരിക്കൽ വിജയം നേടാനാവും എന്ന് റൗളിങ്ങിൻ്റെ ജീവിതം തെളിയിക്കുന്നു.